ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയതോടെ തിരിച്ചടി പ്രതീക്ഷിക്കുകയാണ് ലോകം. ഏതു തരത്തിലുള്ള ആക്രമണങ്ങളായിരിക്കാം ഇസ്രായേൽ നടത്തുക എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. എണ്ണപ്പാടം മുതൽ ആണവ കേന്ദ്രം വരെ ആക്രമിക്കാനുള്ള സാധ്യതകളുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തെ അനുകൂലിക്കുന്നില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലുമായി തിരിച്ചടി സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇസ്രായേലിന് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്, എന്നാൽ അത് ഏത് രീതിയിലാണ് വേണ്ടതെന്ന കാര്യത്തിലാണ് ചർച്ചകൾ നടക്കുന്നതെന്നാണ് ബൈഡൻ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ അതിർത്തിക്കുള്ളിലേക്ക് 180-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയത്. ആളപായം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഇത് ഇസ്രായേലിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയതിനാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ അതെങ്ങനെയാകും എന്നത് മാത്രമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിനിടയിലാണ് ഇന്ത്യൻ എണ്ണക്കപ്പൽ ഇറാനിൽ നങ്കൂരമിട്ടെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. പേർഷ്യൻ ഗൾഫിലെ പരിശീലന ദൗത്യത്തിന്റെ ഭാഗമായി 3 ഇന്ത്യൻ നാവിക കപ്പലുകളാണ് ഇറാനിലെത്തിയത്. INS ഷാർദൂർ, INS ടീർ, IGS വീര എന്നിവ ചൊവ്വാഴ്ച ഇറാനിലെ ബന്ദർ അബ്ബാസിൽ എത്തിയിട്ടുണ്ട്. ഇറാനിയൻ നാവികസേനയുടെ കപ്പലായ സെറയാണ് കപ്പലുകൾ സ്വീകരിച്ചത്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സമുദ്ര സഹകരണവും പരസ്പര ധാരണയും മെച്ചപ്പെടുത്തുകയാണ് ഈ സന്ദർശനത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്നാണ് ഇന്ത്യൻ നാവികസേന അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സന്ദർശനം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ സമയത്ത് തന്നെ ആയതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നാവിക സഹകരണ ഇടപെടലുകൾ ശക്തിപ്പെടുത്തുന്നതിലും പരസ്പര ധാരണ വളർത്തുന്നതിലും ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. പടക്കപ്പലുകൾ അവിടെ തങ്ങുമ്പോൾ തന്നെ സമുദ്ര സുരക്ഷയിലും പരസ്പര പ്രവർത്തനക്ഷമതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നും ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥൻ അറിയിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിനും ഇറാനും ഇടയിൽ സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു നിർണായക സമയത്താണ് ഇന്ത്യയുടെ ഈ നടപടി. ഇറാൻ ഇസ്രായേലിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനെതിരായ സൈനിക നടപടിയെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ഹമാസും ഹിസ്ബുള്ളയും ഉൾപ്പെടുന്ന സംഘർഷങ്ങളിൽ സംയമനം പാലിക്കാനും നയതന്ത്രപരമായ പരിഹാരത്തിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ നാവിക കപ്പലുകളുടെ ഇറാൻ സന്ദർശനം ഇന്ത്യയും ഇറാനും തമ്മിലുള്ള സമുദ്രബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നിരന്തര ശ്രമത്തെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ വർഷം മാർച്ചിൽ ഇറാനിൽ പരിശീലന കപ്പലുകളായ ബുഷേഹറും ടോൺബും മുംബൈയിൽ എത്തിയിരുന്നു. അതേസമയം ഫെബ്രുവരിയിലും വിശാഖപട്ടണത്ത് ഇന്ത്യ ആതിഥ്യം വഹിച്ച മിലാൻ 24 നാവികാഭ്യാസത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പൽ ദേന പങ്കെടുത്തിരുന്നു. ആഗോള ഊർജ്ജ വിപണിയുടെ നിർണായക മേഖലയായ പേർഷ്യൻ ഗൾഫിൽ സ്ഥിരത നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമായ സമുദ്ര സുരക്ഷയിലും പരസ്പര പ്രവർത്തനക്ഷമത പരിശീലനത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന സഹകരണമാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു മുഴുനീള യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ ഇന്ത്യയുടെ ഇടപെടൽ ഏത് രീതിയിലെന്ന സംശയങ്ങളാണ് ഇപ്പോൾ ഉടലെടുക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക, നേവികൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക, സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു റീജിയൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വഴിയാണ് ഇന്ത്യയിലേക്കുള്ള എണ്ണക്കപ്പലുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ യുദ്ധവും ഹൂതികളും അതുപോലെ തന്നെ മറ്റ് മിലിറ്റന്റ് ഗ്രൂപ്പുകളും യുദ്ധത്തിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ കപ്പലുകൾക്ക് എന്തെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതുകൂടി ഒരുപക്ഷെ ഈ നീക്കത്തിന് പിന്നിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്നുണ്ട്. എന്നാൽ ഔദ്യോഗികമായി ഇന്ത്യ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതുവരെ പറയുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഏകദേശം 55% ഇന്ത്യയുടെ എനർജി റിക്വയർമെന്റിന് ആവശ്യമായിട്ടുള്ള ഇറക്കുമതി നടക്കുന്നത് പേർഷ്യൻ ഗൾഫ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റീജിയൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ 80% എനർജി നീഡുകളും പുറം രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ റൂട്ട് സംരക്ഷിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഷിപ്പുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിറകിലുണ്ടെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഇസ്രായേലുമായും ഇറാനുമായുള്ള സുപ്രധാന ബന്ധങ്ങൾ മുഖേന ഇതുവരെയും ഒരുപക്ഷം പിടിക്കാൻ ഇന്ത്യ എന്നത്തെയും പോലെ ഇതുവരെ തയ്യാറായിട്ടില്ല. മറുപുറത്ത് സമാധാനത്തിനുള്ള ആഹ്വാനങ്ങളും ശ്രമങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇറാനിലുള്ള ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമായും ഇന്ത്യൻ കപ്പൽ ഇറാൻ തീരത്ത് നങ്കൂരമിട്ടതെന്നും പറയുന്നവരുണ്ട്. എന്തുതന്നെയായാലും ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങൾ ഇന്ത്യക്ക് പരിഹരിക്കാൻ കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളുടെ മുന്നിൽ അമേരിക്കയും ചൈനയും റഷ്യയ്ക്കും മുകളിൽ ആവും ഇന്ത്യക്കുള്ള മതിപ്പെന്ന കാര്യം സംശയമില്ലാതെ പറയാൻ കഴിയും.